ഹായ് ഡിയർ സ്റ്റുഡൻസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീജിയണൽ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ +2 ബിസിനസ് സ്റ്റഡീസിലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 6 മാർക്കിനും 8 മാർക്കിനും ഏതൊക്കെ എസ്സേസ് ആണ് വരിക, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് എസ്സേ എന്നുള്ളതിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു ഷുവർ എസ്സേ നമ്മൾ പ്രതീക്ഷിക്കണം. ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതെല്ലാം പഠിച്ചു വെക്കണം. ഏതെങ്കിലും 10 പ്രിൻസിപ്പിൾസ് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പ്ലാനിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്ങും ചോദിക്കും, അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങും ചോദിക്കും. ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ചോദിക്കുമ്പോൾ നമുക്ക് 10 ഇമ്പോർട്ടൻസ് ഉണ്ട് പ്ലാനിങ്ങിൻ്റെ, അത് എഴുതി വെക്കണം. ലിമിറ്റേഷൻസ് ആകുമ്പോൾ ഒരു 6 പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് 6ഉം എഴുതി വെക്കണം. പിന്നെ ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് പ്രോസസ്സ്. പ്ലാനിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സുകൾ, അപ്പോൾ 8 സ്റ്റെപ്സുകളുണ്ട്, അത് 8ഉം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ 6ാമത്തെ ചാപ്റ്ററായ സ്റ്റാഫിംഗ് നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാഫിംഗ് പ്രോസസ്സ്. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സുകൾ പ്രധാനമായിട്ട് 8 പ്രോസസ്സുകളുണ്ട്, 8ഉം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അതേ സെയിം ചാപ്റ്ററിൽ തന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഇപ്പോൾ ഇൻറ്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള സ്രോതസ് ഉണ്ട്. ഇൻറ്റേണൽ 2 സോഴ്സസ് ഉണ്ട്, അതിൻ്റെ മെറിറ്റ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സ്റ്റേണലിൽ ഒരു 10 സോഴ്സസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ആ സെയിം ചാപ്റ്ററിൽ തന്നെ പ്രോസസ് ഓഫ് സെലക്ഷൻ ചോദിക്കും. പ്രധാനമായിട്ടും 8 പ്രോസസ്സാണുള്ളത് സെലക്ഷന്. ആ 8 അതിൻ്റെ ഇടയിൽ എന്താണ് വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ടുള്ള സെലക്ഷൻ ടെസ്റ്റിൽ ടൈപ്സ് ഓഫ് ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് അതൊക്കെ ഒരു ബോക്സിലാക്കി എഴുതി വെക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ട്രെയിനിങ് മെത്തേഡായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരും. ഓൺ ദ ജോബ് മെത്തേഡ്സും ഓഫ് ദ ജോബ് മെത്തേഡും വരും. അപ്പോൾ ഓൺ ദ ജോബിൽ ഒരു 4 മെത്തേഡുകളുണ്ട്, ഓഫ് ദ ജോബിൽ ഒരു 6 മെത്തേഡുകളുണ്ട്. ചിലപ്പോൾ 6 മാർക്കിന് ഓഫ് ദ ജോബ് മെത്തേഡ്സ് മാത്രമായിരിക്കും ചോദിക്കുക. എന്നിരുന്നാലും ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മാസ്ലോസ് നീഡ്സ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് എബ്രഹാം മാസ്ലോവിൻ്റെ നീഡ് ആൻഡ് ഹൈറാർക്കി തിയറി അത് എഴുതി വെക്കാൻ വരും. പ്രധാനമായിട്ടും 5 നീഡ്സാണ് ഉള്ളത്. ചിലപ്പോൾ മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസും അതോടുകൂടെ മാസ്ലോസിൻ്റെ തിയറിയും കൂടി ഒന്നിച്ചും ചിലപ്പോൾ 8 മാർക്കിന് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിൻ്റെ ആ 7 പോയിൻറ്സും അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിൻ്റെ 8 പോയിൻ്റ് ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോമൽ ആൻഡ് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ. ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള ആശയവിനിമയത്തെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ ചാർട്ടുകളൊക്കെ വരച്ചിട്ട് വേണം എന്ത് ചെയ്യുക, വിവരിച്ച് വെക്കാൻ. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു നല്ലൊരു ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. 4 രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. ആ 4 രീതിയിലുള്ള തടസ്സങ്ങളും അതിനിടയിലുള്ള സബ് പോയിൻറ്സുകളും ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ. പ്രധാനമായിട്ടും 10 ഫാക്ടേഴ്സുകളാണുള്ളത്. അത് 10ഉം എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്ത് ഓരോന്നും അതിനിടയിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇനി സെയിം ചാപ്റ്ററിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരും, മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. പ്രധാനമായിട്ടും 8 രീതിയിലുള്ള പോയിന്റുകളാണ് അതിൻ്റെ ഉള്ള 8 ഫാക്ടേഴ്സ് ഉള്ളത്. ആ 8 ഫാക്ടേഴ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ മറ്റൊരു ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ. അതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് എസ്സേ ക്വസ്റ്റ്യൻസ് വരും, ഷോർട്ട് എസ്സേ ആയിട്ടും ലോങ് എസ്സേ ആയിട്ടും ഒക്കെ വരും. അപ്പോൾ ഒരു 12 പോയിന്റുകളുണ്ട്, 12 ഫാക്ടേഴ്സ് ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന. അത് 12ഉം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പഠിച്ചു വെക്കണം. സെക്കൻഡ് ഫാക്ടർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഓർ പ്രൊഡക്ഷൻ സൈക്കിൾ നിങ്ങൾ അത് വരച്ചു വെക്കണം. ദ ഫേസസ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് മാനുഫാക്ചറിങ് കമ്പനി എന്നുള്ളത് ആ ഒരു സർക്കിൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വരച്ചു വെക്കണം. എന്നാൽ നിങ്ങളുടെ ആൻസർ ഒരു നല്ല രീതിയിലായി മാറും. ഇനി അടുത്ത ചാപ്റ്ററായ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളത് ചോദിക്കും. അത് ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രൊഡക്റ്റ് എന്താണെന്ന് എഴുതി വെക്കണം. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, 2 കാറ്റഗറി ഉണ്ട്, അതും എന്ത് ചെയ്യുക, വിശകലനം ചെയ്ത് വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷൻ. പ്രൈസിങ്ങിനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. 6 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ 6 ഫാക്ടേഴ്സ് എഴുതണം. അപ്പോൾ അതൊരു ഷോർട്ട് എസ്സേ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യനും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. സെയിൽസ് പ്രൊമോഷൻ ടൂൾസുകൾ. സെയിൽസ് പ്രൊമോഷൻ ഭാഗത്തു നിന്ന് ഒരു എസ്സേ എന്തായാലും വരും. അത് മിക്കവാറും ടൂൾസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും 12 ടൂൾസുകളുണ്ട്. 12 എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ എസ്സേകൾ.
അപ്പോൾ നമുക്ക് മറ്റു സബ്ജക്റ്റ് വീഡിയോകളായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.